സ്തുതിക്കവൻ യോഗ്യനല്ലോ. യേശുവിനെ ക്രൂശിലെ ദയാളിയേ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരാധിക്കാം യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരാധിക്കുന്നതനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ, എന്ന് പറയാം യേശുവിനെ, കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ, എന്ന് പറയാം യേശുവിനെ, കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരാധിക്കുന്നതനെ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരാധിക്കുന്നതനെ. സഭയോട് ചെയ്ത് അവൾ സുവിശേഷം കേട്ട് വിശ്വസിച്ച വ്യക്തികളാണ്, സ്നാനപ്പെട്ട വ്യക്തികളാണ്. എല്ലാവരും ചെയ്ത് മറ്റു വ്യക്തികളും തങ്ങളുടെ വസ്തു അല്ലെങ്കിൽ തങ്ങളുടെ കിട്ടിയ എല്ലാ പണവും അപ്പോസ്തലന്മാർക്ക് നൽകി വെക്കുന്നവർ അതിന് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അവരുടെ ആദ്യത്തെ സഭ തുടങ്ങിയ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്ത് ഈ അന്യാസ സഭയോട് ചെയ്ത് അവർ തങ്ങളുടെ വസ്തു വിറ്റ് വചനം പറഞ്ഞ് തന്റെ ഭാര്യയുടെ സഖ്യരോട് കൂടെ ഭാര്യയുടെ അറിവോടെ നിലയിൽ തുണിയെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരെ നൽകി. പക്ഷെ വിഷയം അതല്ല. എന്തുകൊണ്ട് ഇവിടെ 10 വർഷം അത് പറഞ്ഞത് വായിക്കപ്പെടാൻ പറ്റും? വ്യാജങ്ങൾ ദൈവത്തോടാണ് വ്യാജങ്ങൾ. എന്തുകൊണ്ട് അവർ 10 വർഷം എടുത്തുള്ളത്? വ്യാജമെന്ന് എടുത്തുള്ള കാര്യം മറ്റൊരു വ്യക്തികൾ അല്ലെങ്കിൽ സകല വിശ്വാസ വ്യക്തികൾ നമ്മൾക്ക് എല്ലാം കൊടുത്തുകൊണ്ട് അപ്പോസ്തലന്മാർ വിളിച്ചപ്പോൾ ചുരുങ്ങി തോന്നി നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെയ്ത് ആസ്വദിക്കുമ്പോൾ അവരുടെ മനസ്സിലായി മാറി. അതുകൊണ്ടാണ് മുഴുവൻ കൊടുക്കാതെ പകുതി മാറ്റി വെച്ചത്. പകുതി കൊണ്ടുവന്ന് അറിയില്ലല്ലോ, ആയി പറഞ്ഞതുപോലെ അത് പറ്റില്ലല്ലോ. പകുതി മാറ്റി വെച്ചവർക്ക് മറ്റൊരു ചെയ്തതുപോലെ നാം ചെയ്തത് മനസ്സിലാക്കോ? എല്ലാവരും കൊണ്ടുവന്ന് അപ്പൊ ഞാൻ കണ്ട് ഞാൻ ചെയ്ത് മനസ്സിലായി മറ്റൊരു കാണിച്ചത് മറ്റൊരു ചെയ്ത് എനിക്ക് ചെയ്യണമെന്ന് പക്ഷെ ഇതാരറിഞ്ഞ് പഴയ സഭയിലാവാണ് ദൈവമക്കളാണ്, സുവിശേഷം വിശ്വസിച്ച ആൾക്കാരാണ്, സ്നാനപ്പെട്ട ആൾക്കാരാണ്.
അനനിയാസെ പരിശുദ്ധാത്മാവിന്റെ വ്യാജ കാണിപ്പാടും നിലത്തിന്റെ കുറെ എടുത്തു വയ്പ്പാടും സാത്താൻ ഇതിന്റെ ഹൃദയം കൈവശമാക്കിയത് വളരെ കിട്ടപ്പെട്ടായി സാത്താൻ അവരുടെ ഹൃദയത്തെ കൈവശമാക്കി. അവർ പലതും ദൈവത്തിന് കൊടുക്കേണ്ടത് മാത്രമല്ല, നമ്മൾക്ക് ഒരു ആൾക്ക് വാക്ക് കൊടുത്താലും അത് പാലിക്കുന്നത് പഠിക്കണം. അത് അങ്ങോട്ട് ചെറുത് വലുതല്ല. വിഷയം അതല്ല. നമ്മൾ ദൈവത്തിന്റെ മക്കൾ പറയുമ്പോൾ ഭാവത്തിന്റെ ആ അധികാരം നമ്മുടെ നാവിലും ദൈവം നൽകിയിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് രക്ഷിക്കപ്പെട്ടതുകൊണ്ടും സ്ഥാനം ലഭിക്കുന്നതല്ല, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മ വാസം ചെയ്യുന്നത് മാത്രമേ നമ്മുടെ ഹൃദയം നേരുള്ളതായിരിക്കും. ആ ഒരു ഭാവത്തിൽ കാണിക്കണം. വായിക്കുമ്പോൾ സഫീറ പാതയുടെ ഭർത്താവ് മനസ്സിൽ അറിഞ്ഞിട്ടില്ല. അറിയാതെ അവൾ ദൈവസന്നിധിയിൽ സന്തോഷം കൊണ്ടുവയ്ക്കുമ്പോൾ സന്തോഷത്തിൽ ചോദിച്ചു, നിങ്ങൾ നിലവിട്ട് എത്രയുണ്ടോ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അവളത് പറഞ്ഞ് അത് എത്രയുണ്ടോ എന്ന് അവൾ ഏറ്റുപിടിച്ചു. അവൾ പത്രോസ് എന്നത് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ തമ്മിൽ ഓർത്തത് എന്ത്? എന്നോടല്ല പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം തെറ്റ് ചെയ്യാൻ ഒളിപ്പിച്ചത് എന്താണ് ചോദിക്കുന്നത്? തെറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഒത്തത് എന്ത്? ആരും പക്കം ഒളിപ്പിച്ച് കണ്ണ് പറയുവാൻ ഇടയായി. അവര് പത്ത് சொல்றേ, ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ ബാധിക്കൽ കൊണ്ട് അവർ എന്നെയും പുറത്ത് കൊണ്ടുപോകുമെന്ന് അവൾ മരിക്കുവാൻ ഇടയായി. ഇന്ന് നമ്മൾ ദേവസ്വം കള്ളപ്പണി നമ്മള് ദേവസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് കള്ളം വളർത്താൻ സംഭവിക്കുന്നില്ല. അത് ദൈവത്തിന്റെ ക്ഷണം, ദൈവത്തിന്റെ കൃപായുഗത്തിലാണ് ആയിരിക്കൊണ്ടാണ് ഉടനെ നമുക്ക് ശിക്ഷ കിട്ടാത്തത്. കൃപായുഗം മാറ്റപ്പെട്ടാൽ നിനക്കും ശിക്ഷ കിട്ടും, നിങ്ങൾക്കും ശിക്ഷ കിട്ടും. എന്നാൽ ദൈവത്തിന്റെ വചനം ദൈവം നീതിയുടെ ദൈവമാണ്. അവൻ നീതി മാത്രമേ പഠിപ്പിക്കും. അതുകൊണ്ട് പാസ് തെറ്റ് ചെയ്താലേ ശ്രമിക്കാറില്ല. ഏത് വ്യക്തിയായിരുന്നാലും കർത്താവിന്റെ പാസത്തിൽ നാം അത് അനുസരിക്കാതെ അനുസരിക്കേണ്ടി കാണിച്ചാലും നിങ്ങൾ കാണിച്ചാലും അവരുടെ കൃപ കഴിഞ്ഞ ശേഷം കൃപ മാറ്റപ്പെട്ടാൽ അവരുടെ ശിക്ഷ പെട്ടെന്ന്. അതുകൊണ്ട് നാം ഇപ്പോഴല്ല നമുക്ക് ഈ അവസരങ്ങൾ പാഴാക്കാതെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ നേരിടുന്നതായി എത്തുമ്പോഴും മാറ്റപ്പെട്ടു നമ്മളുകൊണ്ട് കഴിയത്തിലാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ സംഭവിക്കും. കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അന്ത്യകാലത്തിൽ ഞാൻ എന്റെ ആത്മാവിനെ പകർന്നുള്ള വാക്കുകൾ വിശ്വസിക്കാൻ ആ വർഷത്താക്കൾ നിറയിലൂടെ മുമ്പോട്ട് പോകുമെങ്കിൽ പറയട്ടെ നമ്മളെ കൊണ്ട് ഭാവം ചെയ്യാൻ കഴിയില്ല. കർത്താവിന്റെ വചനങ്ങൾ അനുസരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് വന്നപ്പോൾ അവരുടെ ജീവിതങ്ങൾ മാറ്റപ്പെട്ടു. അത് മുമ്പ് പേടിച്ച വ്യക്തികളായിരുന്നു. പക്ഷെ എന്ന് പക്ഷത്താക്കൾ പ്രാപിച്ചോ അന്നത് ജീവിതങ്ങൾ മാറ്റപ്പെട്ടു. ദൈവത്തിന്റെ പേരിൽ അവിടെ ഒരു രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. ഈ അമാസൂർ എന്ന രാജ അപ്പൻ കൊല്ലപ്പെട്ട് 25 വയസ്സായപ്പോൾ ഇദ്ദേഹം ചെയ്ത് രാജസ്ഥാനത്തേക്ക് എടുക്കുവാൻ ഇടയാണ്. ഏകദേശം 25 വർഷങ്ങൾ ഇദ്ദേഹം ഇസ്രായേലിൽ വളർന്നെടുക്കുവാൻ രാജാവായി ഇദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. പക്ഷേ ഇദ്ദേഹം ചെയ്ത് വചനം പറയുന്നത് അവൻ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. കർത്താവ് എന്ത് ഇഷ്ടമോ അത് ചെയ്തു. പക്ഷെ വചനം എന്താണ്? ഏകാന്ത ഹൃദയത്തോടെ നല്ലതാണ്. രാജ ദൈവത്തിൽ പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്ത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ 3 ഹൃദയത്തോടെ അല്ല ചെയ്യുന്നത്. നമുക്ക് ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ കഴിയും. പക്ഷെ അത് 3 ഹൃദയത്തോടെ തന്നെയാണ് എല്ലാ ദൈവം അറിയും. അതുപോലെ വ്യക്തിയുടെ സംസാരം കാര്യമാകട്ടെ, ദൈവത്തിന്റെ കാര്യമാകട്ടെ, ഏത് കാര്യം എടുത്താലും നമുക്ക് ദൈവത്തെ പ്രസംഗിക്കാൻ കഴിയും. പക്ഷേ വചനത്തിന് ഏകാഗ്രത ഹൃദയത്തോടെ ആയിരിക്കുന്നത് ദൈവം ആഗ്രഹിക്കും. അതുകൊണ്ട് കർത്താവ് നമ്മൾക്ക് പറയുന്നതാണ് 10 നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടാണ് നമ്മൾ കർത്താവിനെ സ്തുതിക്കണം, ആരാധിക്കണം.
നമ്മൾ അങ്ങനെ ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ ഓർമ്മിച്ച് കൊണ്ടുവരുമ്പോൾ അവിടെയാണ് പൂർണ്ണ ആത്മാവും പൂർണ്ണ ബലത്തോടും പൂർണ്ണ ശക്തിയോടും കർത്താവിനെ ആരാധിക്കും. ഞായറാഴ്ച പള്ളി പോകും അങ്ങനെ ഒരു മനോഭാവത്തിൽ വന്നെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ കർത്താവാണ്. ഈ രാജാവ് ചെയ്ത് കർത്താവിന്റെ പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഏകാഗ്രത ഇന്ത്യയിലല്ല. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ചിന്തകൾ അറിയുന്ന കർത്താവ് ഏതുമല്ല എന്റെ കർത്താവ് ചിന്തകൾ പ്രവർത്തികൾ സർവ്വം അറിയുന്ന കർത്താവ് രക്ഷിക്കപ്പെട്ടതുകൊണ്ടല്ല, സ്ഥാനപ്പെട്ടതുകൊണ്ടല്ല നമ്മുടെ ഇന്ത്യയെ കാണപ്പെടുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ വരേണ്ടത്. കർത്താവിന്റെ ആത്മാവിൽ വസിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആലയമായി മാറുമെങ്കിൽ ആ വിശുദ്ധ ഹൃദയം ശുദ്ധമുള്ളതായി വിശുദ്ധിയുള്ളതായി മാറണം.